പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കി വെച്ചോ, മുതഅല്ലിമീങ്ങളോടാണ് വീണ്ടും പറയാനുള്ളത്. അവരൊന്ന് പ്രത്യേകമായി പഠിച്ചു വെക്കട്ടെ. നേരത്തെ ഇവിടെ ഫൈസി പറഞ്ഞല്ലോ, വലൗ അന്നഹും യളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം ഒന്ന് ചുരുക്കി പറയട്ടെ എന്റെ സുഹൃത്തുക്കളെ. അത് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ ഒരു ജൂതനും ഒരു മുനാഫിഖായ മനുഷ്യനും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഒരു സ്വത്ത് തർക്കമാണെന്ന് പറയപ്പെടുന്നു. കേസായപ്പോൾ ഈ മുനാഫിഖായ മനുഷ്യനും ജൂതനും തമ്മിലാണ് തർക്കം. ജൂതൻ മനസ്സിലാക്കി സത്യത്തിന്റെ നേതാവാണ് മുഹമ്മദ് നബി. മുഹമ്മദ് നബിയുടെ അരികിൽ പോയാൽ നീതി കിട്ടും. അതുകൊണ്ട് നമുക്ക് പ്രശ്നത്തിൽ മുഹമ്മദ് നബിയോട് പോയിട്ട് ഈ പ്രശ്നത്തിന്റെ വിധി ചോദിക്കാം. മുനാഫിഖിനറിയാം മുഹമ്മദ് നബിയുടെ അടുത്ത് പോയാൽ താൻ ശിക്ഷിക്കപ്പെടും. കാരണം താനാണല്ലോ തെമ്മാടിത്തം ചെയ്തത്. അതുകൊണ്ട് അവൻ അങ്ങോട്ട് പോകാൻ കൂട്ടാക്കിയില്ല. അവൻ പോയത് ഒരു ജൂതനായ വിധികർത്താവിന്റെ ഖാദിയുടെ അടുത്തേക്കാണ്. അത് റസൂലുള്ളാഹിയുടെ മനസ്സിനുണ്ടാക്കിയ വിഷമം ചില്ലറയല്ല. റസൂലുള്ള ഇരിക്കുമ്പോ തന്നെ റസൂലുള്ളാഹിനോട് പോയിട്ട് ഈ വിഷയത്തിൽ തീർപ്പ് ചോദിക്കുന്നതിന്റെ പകരം മുനാഫിഖ് പോയത് റസൂലുള്ളാഹിയുടെ കഠിന ശത്രുവായ ജൂതനായ വിധികർത്താവിന്റെ അടുത്തേക്കാണ്. ആ സംഭവത്തെ കുറിച്ചാണ് ഈ വചനം പറയുന്നത്. സൂറത്തുൻ നിസായിലെ 64-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ അവിടെ പറയുന്നു. സൂറത്തുൻ നിസായിലെ 64-ാമത്തെ വചനത്തിൽ വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക. വലൗ അന്നഹും, ഈ മുനാഫിഖീങ്ങൾ ഉണ്ടല്ലോ, ഏത് മുനാഫിഖീങ്ങൾ? ഇല്ലലമു അൻഫുസഹും, അവർ തങ്ങളുടെ ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ച സന്ദർഭം. നബിയോട് വിധി തേടി വരാതെ ജൂതന്റെ അടുത്തേക്ക് വിധി തേടിപ്പോയ റസൂലുള്ളാഹിയുടെ മനസ്സിനെയും റസൂലുള്ളാഹിയുടെ ആദർശത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് തെമ്മാടിത്തവും ദുൽമും ചെയ്തിട്ടുള്ള ഈ പാപികളുണ്ടല്ലോ, അവർക്കിനി തൗബ ചെയ്യണോ? അവർക്കിനി ഖേദിച്ചു മടങ്ങണോ? അവരുടെ പാപം പൊറുക്കണോ? എങ്കിൽ ഒരേ ഒരു വഴിയേയുള്ളൂ. എന്താണ് അവർ ചെയ്യേണ്ടത്? ജാഊക, നിന്റെ അടുത്തേക്ക് വരാതെയല്ലേ അവർ ജൂതന്റെ അടുത്തേക്ക് പോയത്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രതിവിധി അവരെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലല്ല. ജാഊക, നിന്റെ അടുത്തവർ വരട്ടെ കുറ്റസമ്മതം നടത്തിക്കൊണ്ട്. എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണേ, ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയി എന്നവര് പറയട്ടെ. വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂലുള്ളയും അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കട്ടെ. അതെന്തിനാ? എനിക്ക് നിങ്ങളോട് ഇപ്പോൾ വിഷമം തീർന്നുപോയി, എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല റബ്ബേ, ഇവര് ചെയ്തത് വിവരക്കേടാണ്, പൊറുത്തു കൊടുക്കണം റഹ്മാനേ എന്ന് റസൂലും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് ചോദിക്കട്ടെ. എങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹുവിനെ പാപം പൊറുക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണയുടെ കടലായും അവർക്ക് കാണാം. ഇതാണ് ആയത്ത്. ഇതെല്ലാ കാലത്തും പാപം ചെയ്യുന്ന ആളുകൾ റസൂലുള്ളാഹിനോട് പറയാനുള്ള ലൈസൻസ് അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ എവിടെ വെച്ച് തെറ്റ് ചെയ്താലും തൗബ ചെയ്യുമ്പോൾ അഷ്റഫുൽ ഖൽഖിനോട് പറയണ്ടേ? അഷ്റഫുൽ ഖൽഖേ, ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞിട്ട് റബ്ബിനോട് പറയണം എന്ന് ആരാ പഠിപ്പിച്ചത്? ഇവരല്ലാതെ അങ്ങനെ ആരാ പഠിപ്പിച്ചത്? എന്നിട്ട് ഈ ആയത്തിന്റെ അർത്ഥം മാറ്റിയില്ലേ? അല്ലാഹുവിനോട് പാപമോചനം തേടുകയും റസൂലും അവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുകയും ചെയ്താൽ എന്ന് പറയേണ്ട സ്ഥാനത്ത് ഈ സഖാഫി നൽകിയ അർത്ഥം കേൾക്കണ്ടേ? എന്താണ് അയാൾ നൽകിയ അർത്ഥം? അല്ലാഹുവോടും റസൂലിനോടും പാപമോചനം തേടിയാൽ. അർത്ഥത്തിൽ വന്ന മാറ്റം നോക്കൂ. അല്ലാഹുവോടും റസൂലിനോടും പാപമോചനം തേടിയാൽ. ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ഇവരല്ലാത്ത ആരാ ഇങ്ങനെ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും റസൂലിനോടും പാപമോചനത്തിന് തേടിയാൽ. ഇത് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ വന്നിട്ടുള്ള പരാമർശമാണ്. നിങ്ങൾ നോക്കൂ, ഇതാണ് ഈ കാണുന്ന പുസ്തകം. ഈ കാണുന്ന പുസ്തകം കണ്ടില്ലേ? സുന്നത്ത് ജമാഅത്ത്, മാളിയേക്കൽ മുഖാമുഖ വീരൻ സഖാഫിയുടെ പുസ്തകമാണ്. ഇയാളുടെ ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ അവതാരിക എഴുതിയതാരെന്ന് കേൾക്കണ്ടേ? പൊന്മളക്കാരൻ ഒരു മുസ്ലിയാരാണ്. എല്ലാ മതഗ്രന്ഥങ്ങളിലും തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കൂടെ കിടന്ന ആളുകൾ രാപ്പനി അറിയുന്നു എന്ന് പറഞ്ഞതുപോലെ
കൂടെ കിടന്ന ആളുകൾ തന്നെ ഇപ്പോൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. മതഗ്രന്ഥങ്ങളിലെ തട്ടിപ്പ് വീരനാണ് പൊന്മളയെന്ന്. ആ പൊന്മളയാണ് ഈ തട്ടിപ്പ് പുസ്തകത്തിന് അവതാരിക എഴുതിയത്. ചേരേണ്ടിടത്ത് ചേരണമല്ലോ. അവതാരികയിൽ നിന്നൊന്ന് കേൾപ്പിക്കട്ടെ. എന്താണ് അവതാരികയിൽ പറയുന്നത്? ഖുർആനുണ്ടോ ഹദീസുണ്ടോ എന്ന പ്രതിയോഗികളുടെ ചോദ്യത്തിന് തന്റെ ഇടത്തോടെ ഉത്തരം പറയാൻ ഈ പുസ്തകം വായനക്കാരെ പ്രാപ്തരാക്കുന്നു. എന്തിനാ ഈ പുസ്തകം? മുജാഹിദുകൾ നിങ്ങളോട് എന്തിനും ചോദിക്കും, ഖുർആനുണ്ടോ ഹദീസുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്റെ ഇടത്തോടെ ഉണ്ടോ എന്ന ഉത്തരം പറയാൻ ഈ പുസ്തകം നിങ്ങളെ പ്രാപ്തരാക്കുന്നു. എന്നിട്ട് ആമുഖം അത് എഴുതിയിട്ടാ പറഞ്ഞതെന്ത്? അല്ലാഹു അല്ലാത്തവരെയും വിളിച്ചു തേടാൻ ആയത്തുണ്ടോ? റസൂലുള്ളാഹിനോട് പാപമോചനത്തിന് തേടാൻ ആയത്തുണ്ടോ എന്ന് മുജാഹിദ് ചോദിച്ചാ കൊടുത്തോളണം മറുപടി. വലൗവന്നഹും യളമൂ അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂല എന്നീ പുസ്തകത്തിൽ റസൂലു എന്നത് റസൂലായി ആക്കിയിട്ടുമുണ്ട്. ഈ സാധു മുസ്ലിയാർ വിചാരിച്ചതെന്താ? റസൂലാനാക്കിയാലാ അർത്ഥം കിട്ടുന്ന? എന്നാ കിട്ടുവോ? കിട്ടൂല. പാപി വിചാരിച്ചു, സാധു മിസ്കീൻ വിചാരിച്ചു ഇത് ലാനാക്കിയപ്പോ നമുക്ക് ആ അർത്ഥം കിട്ടുന്നു. കിട്ടൂല. പിന്നെന്താ? ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് പറയാമോ? 1-ാം പതിപ്പിലും ഇതേ അർത്ഥമാണുള്ളത്. ഇത് 3-ാമത്തെ പതിപ്പാണ് ഈ ചവറ്. 2-ാമത്തെ പതിപ്പും കഴിഞ്ഞ് 3-ാമത്തെ പതിപ്പാണ് ഈ പുസ്തകം. 3 പതിപ്പിലും തിരുത്തിയിട്ടില്ല. 3 പതിപ്പിലും കൊടുത്ത അർത്ഥം എന്താണ്? നിശ്ചയം സ്വശരീരങ്ങളോട് അക്രമം കാണിച്ചവർ തങ്ങളെ സമീപിച്ച് അല്ലാഹുവോടും റസൂലിനോടും പാപമോചനം തേടിയാൽ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുമെന്ന് ഈ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത്, മാളിയേക്കൽ സഖാഫി എന്ന് പറയുന്ന മുഖാമുഖ വീരൻ എവിടെ പ്രത്യക്ഷപ്പെട്ടാലും നിങ്ങൾ ചോദിക്കണം, അല്ലയോ സഖാഫി, നിങ്ങളുടെ ബഹുമാനം കെട്ടുപോയില്ലേ? ഇനി ബഹുമാനപ്പെട്ട എന്ന് പറയേണ്ട, അത് പെട്ടുപോയതാണ്, കെട്ടുപോയതാണ്. എന്നാലും ചോദിക്കട്ടെ, നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരർത്ഥം നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? 1-ാം പതിപ്പിലും ഉണ്ടല്ലോ, 2-ാം പതിപ്പിലും ഉണ്ടല്ലോ, 3-ാം പതിപ്പിലും ഉണ്ടല്ലോ. തീർന്നില്ല. ഖുറാഫികളുടെ കോളേജുകളിൽ +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള റിലീജിയസ് ക്ലാസ് പഠിപ്പിക്കുമ്പോഴുള്ള റഫറൻസ് പുസ്തകവും പാഠപുസ്തകവുമാണത്രേ ഇത്. നല്ല കോളായിപ്പോയി. എന്താ ഇതിൽ പഠിപ്പിച്ചത്? പച്ചക്കള്ളം. ഈ കളവ് അള്ളാഹുവിന്റെ പേരിൽ പറയാനുള്ള ലൈസൻസ് ആണോ? സഖാഫി പട്ടം അങ്ങനെ തന്നെ ഉറപ്പാണ്. കാരണം നിങ്ങളാണല്ലോ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.